ഇടുക്കിയിൽ ഇന്ന് വോട്ടെടുപ്പ് ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നറിയാൻ രാഹുൽ വിജയൻ കൂടി നമുക്കൊപ്പം പ്രൈം ടൈമിൽ ചേരുകയാണ്. രാഹുൽ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. വലിയ കുഴപ്പമില്ലാതെ ഇടുക്കിയിലെ കടന്നുപോയി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 2020 74.6% പോളിംഗ് രേഖപ്പെടുത്തിയതെങ്കിൽ ഇത്തവണ അത് ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. പരമാവധി 72% വരെ പോളിംഗ് എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പ്രശ്നങ്ങളില്ലാതെ, ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി. രാവിലെ ഈ പോളിംഗ് തുടങ്ങിയ സമയത്ത് വണ്ടിപ്പെരിയാർ, അതുപോലെ തന്നെ കരുണാപുരം, നെടുങ്കണ്ടം പഞ്ചായത്തുകളിലെ 10ഓളം ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായിരുന്നു. പിന്നീട് 1 മണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റുകയും പിന്നീട് ഉണ്ടായിരുന്ന വോട്ടിംഗ് മെഷീനിലെ തകരാറുകൾ പരിഹരിച്ച് വോട്ടിംഗ് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ വലിയ കാര്യമായിട്ടുണ്ടായില്ല. പിന്നീട് വൈകിട്ട് പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് വട്ടവട കോവിലൂരിൽ ചെറിയ തോതിൽ CPI അതുപോലെ തന്നെ BJP പ്രവർത്തകർ തമ്മിൽ നേരിയൊരു സംഘർഷമുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ വട്ടവടയിൽ ഹർത്താലിന് BJP ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും പൊതുവെ നോക്കുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിലാണെങ്കിലും താരതമ്യേന വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. മറ്റു ജില്ലകളിലെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. സാമാന്യ ഭേദപ്പെട്ട പോളിംഗ് തന്നെ ഉണ്ടായിരുന്നു. രാവിലെ മന്ദഗതിയിലായിരുന്നുവെങ്കിൽ ഉച്ചയോടുകൂടി ആളുകളുടെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെട്ടു. വൈകിട്ടോടുകൂടി പരമാവധി എത്തുന്ന ആളുകൾ എത്തി വോട്ട് രേഖപ്പെടുത്തി പോവുകയും ചെയ്തിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് 3 മുന്നണികളും, LDF-ഉം UDF-ഉം NDA-യും ഭൂപ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ വലിയ തരത്തിൽ പ്രചരണം നടത്തിയത്. അത് ആളുകളിലേക്ക് ഏത് വിധത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു, എത്രത്തോളം ആളുകളിലേക്ക് ഏത് മുന്നണിക്ക് എത്തിക്കാൻ വിജയകരമായിട്ട് കഴിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തവണത്തെ വിധി ഉണ്ടാവുകയും ചെയ്യുക. താങ്ക് യു രാഹുൽ വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.